എന്നാ വാ മൊയിലാളിമാരൊക്കെ വരി. അവിടെ കൊറേ ഉണ്ടല്ലോ. കുട്ടിപ്പീടി തുടങ്ങീണ്, രാവിലെ തുടങ്ങീണ് വിളി. പഞ്ഞുട്ടായി. ഓ പടക്കൊക്കെ ഉണ്ട്, വലിയ പഞ്ഞുമിഠായി വാങ്ങല്ലേ. 2 റുപ്യ. എന്നാ ഒരു പഞ്ഞുമിഠായി ഉണ്ടാ. പഞ്ഞുമിഠായി ഏതാടോ, നല്ല പീടിയക്കാരാ. ആ അപ്പൊ ഇനിയിപ്പാണ് അറിയുന്ന ഇതാണ് പഞ്ഞുമിഠായിന്ന്. ഇനി ഒരു നബാട്ടിയും കൊണ്ടാ 5 റുപ്യ. അവിടെ സിപ്പൊന്നുമില്ല. ഏടാ ഏത് സിപ്പള്ളു? പൈനാപ്പിൾ ഉണ്ടോ? എന്നിട്ട് അതേടാ കാണിച്ചുണ്ടാ. തണുപ്പുണ്ടോ? നമ്മളാടല്ലേ. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഒരു മുട്ടായി എടുത്താൽ അതിന്റെ കോല് കിട്ടണമെങ്കിൽ കുറച്ചു നേരം കാത്തിക്കണം. ഇത് രണ്ടും തൊഴിലാളിമാരാണ്. ബേക്കിലിരിക്കുന്നതാണ് മുതലാളി. മുതലാളിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ക്യാഷ് മാത്രം കിട്ടിയാൽ മതി എന്നാ തോന്നുന്നത്. പിന്നൊരു കാര്യം, ഇവരൊക്കെ സ്വന്തം ബ്രാഞ്ചുകളുള്ള മുട്ടായിക്കടകളുള്ള ആൾക്കാരാണ്. ഉമ്മ വീട്ടിലെത്തുമ്പോൾ മാത്രം സംയോജിച്ച ഒരു കടയാവുന്നതാണ്. ഇത് ശരിക്കും 2 ബ്രാഞ്ചുള്ള വലിയ വിശാലമായ, എന്താ പറയാ, ഒന്ന് കാക്കൂര് ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് പൂനൂരുണ്ട്. അങ്ങനെ വലിയ വലിയ ബ്രാഞ്ചുകളൊക്കെ ഉള്ള ടീമാണ്. നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് ഉണ്ടാവോ? പൈസ കുറച്ച് തരുമോ? ഇല്ലേ. എന്ത് പരിപാടിയാ ആത്തിയ? പൈസ എത്ര? ഓനാ പൈസനെക്കാളും ഓന് വേറെന്തൊക്കെ വേണോ?